അപ്പോൾ എല്ലാവർക്കും നമ്മളെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതമുണ്ട് കേട്ടോ. നമ്മൾ ഈ ചാനൽ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം എവിടെ പോയാലും അതായത് ഞാൻ സെലിബ്രിറ്റി ആണെന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, നമ്മൾ പുറത്ത് എവിടെയെങ്കിലും പോയാലും നമ്മളെ ചാനൽ ഉണ്ട് എന്ന് അറിയുന്ന ആൾക്കാരുണ്ടല്ലോ, നമ്മൾ പേഴ്സണലി അറിയുന്ന ആളുകൾ, അവരൊക്കെ കണ്ടാൽ ഏറ്റവും ആദ്യം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. യൂട്യൂബ് ചാനലൊക്കെ ഉള്ളവർക്ക് അറിയായിരിക്കും, ചാനൽ മോണിറ്റൈസേഷൻ ആയോ? ഇതാണ് ഞാൻ അധികവും കേട്ടിട്ടുള്ള ഒരു ചോദ്യം. ഞാൻ ഇന്നലെയും കൂടി ഈ ചോദ്യം ഫേസ് ചെയ്തതേ ഉള്ളൂ. അപ്പോൾ നിങ്ങളെ ചോദ്യത്തിനുള്ള ഉത്തരം ഞാൻ പറഞ്ഞു തരാം. ചാനൽ മോണിറ്റൈസേഷൻ ആയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ചാനൽ മോണിറ്റൈസേഷൻ ആയി എന്ന് പറയുമ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട, 10ന്റെ പൈസ എനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. മോണിറ്റൈസേഷൻ എന്ന് പറയുമ്പോൾ ഹാഫ് മോണിറ്റൈസേഷൻ ആണ് ആയിട്ടുള്ളത് കേട്ടോ. ഹാഫ് മോണിറ്റൈസേഷൻ എന്താണെന്ന് നിങ്ങൾക്ക് കുറേ ആളുകൾക്കെങ്കിലും അറിയായിരിക്കും. സംഭവം 3 മാസം കൊണ്ട് 3 മില്യൺ വ്യൂസ് നമ്മുടെ ഷോർട്സിന് വേണമായിരുന്നു. അത് മാത്രമാണ് എൻ്റെത് കംപ്ലീറ്റ് ആയിട്ടുള്ളത്. കാരണം ഞാൻ ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ട് 3 മാസം കൊണ്ട് തന്നെ ആ സമയത്ത് എൻ്റെ ഷോർട്സൊക്കെ നല്ല വ്യൂസ് ഉള്ള സമയമാണ്. ആ സമയത്ത് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ എൻ്റെ ചാനലിൽ അതിനുശേഷം ലോങ് വീഡിയോസ് ഇടൽ ഞാൻ പൊതുവേ കുറവായിരുന്നു. നിങ്ങൾക്കറിയാം, ഞാൻ ഷോർട്സ് തന്നെയാണ് ആദ്യം മുതൽക്കേ ഇട്ട് വന്നിരുന്നത്. അതിൽ കണ്ടന്റ് ക്ഷാമം വളരെ വലുതായിരുന്നു. അങ്ങനെ ഞാൻ പതുക്കെയാണ് പിന്നെ ഓരോന്നൊക്കെ എടുത്തിട്ട് ലോങ് വീഡിയോസ് ഇടാൻ തുടങ്ങിയത്. ഇപ്പം കുറച്ച്, അതായത് നമ്മൾ 4000 വാച്ച് ഹവേഴ്സ് കംപ്ലീറ്റ് ആക്കണമല്ലോ നമുക്ക് മോണിറ്റൈസേഷൻ ആവണമെങ്കിൽ. അതൊരു പകുതി മുക്കാലിലേറെ ഞാൻ കംപ്ലീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒരു ചെറിയ പോർഷനും കൂടി കംപ്ലീറ്റ് ആയാൽ മോണിറ്റൈസ് ആവും. പിന്നെ നമുക്ക് ഡോളർ കളക്ട് ചെയ്യണം, അങ്ങനെ എന്തൊക്കെയോ ഉണ്ടല്ലോ. എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് എനിക്കും അറിയില്ല, ഞാനും കണ്ടിട്ടില്ല, കേട്ടറിവ് മാത്രമേ ഉള്ളൂ. അപ്പം അവിടെ വരെയൊക്കെ എത്തിയിട്ടുള്ളൂ. ഇപ്പോൾ ഹാഫ് മോണിറ്റൈസേഷൻ മാത്രമാണ് നിലവിൽ എൻ്റെ ചാനലിലുള്ളത്. അതിൽ നിന്ന് 10 പൈസ കിട്ടിയിട്ടില്ല എന്നത് സത്യമാണ്. പിന്നെ ഞാൻ ഏറ്റവും കൂടുതൽ അത് എൻ്റെ ചാനൽ നോക്കുന്ന ആളുകൾ, അതായത് എൻ്റെ ചാനൽ ഫസ്റ്റ് മുതലേ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആളുകൾ, നേരിട്ടറിയാവുന്നവരും അല്ലാത്തവരും ഒക്കെ എന്നോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, എന്ത് പറ്റി എൻ്റെ ചാനലിൽ നിന്നുള്ളത്. എൻ്റെ ചാനലിന് ആദ്യഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ള ഒരു ഗ്രോത്ത്, ഭയങ്കരമായിട്ടുള്ളൊരു ഗ്രോത്ത് എനിക്ക് കിട്ടിയതാണ്. കാരണം എനിക്ക് യൂട്യൂബിൻ്റെ സൈഡിൽ നിന്ന് തന്നെ നല്ല സപ്പോർട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ എങ്കിൽ പിന്നെ എനിക്ക് ആ സപ്പോർട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാണ്ട് പോയി. അത് എൻ്റെ മിസ്റ്റേക്കാണ്. നമ്മൾ ഫസ്റ്റ് മുതലേ ഡാൻസ് വീഡിയോസ് മാത്രമാണ് ഇതിൽ പോസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നിരുന്നത്. കാരണം അല്ലാത്ത കണ്ടന്റുകൾ ഇട്ടാൽ ഇതിൽ വ്യൂസ് ഉണ്ടായിരുന്നില്ല. ഡാൻസ് വീഡിയോസിന് മാത്രമാണ് വ്യൂസ് ഉണ്ടായിരുന്നത്. പിന്നെ നിങ്ങൾക്കറിയാമല്ലോ എൻ്റെ ഒരു ഗതികേട്. അപ്പം ഞാൻ മാക്സിമം എനിക്ക് ഡാൻസ് ഞാൻ അങ്ങനെ ക്ലാസിക്കലി പഠിക്കാത്ത ആളായതുകൊണ്ട് ഭയങ്കരമായിട്ടുള്ള സ്റ്റെപ്സ് ഒന്നും ഇട്ട് ഡാൻസ് ചെയ്യാൻ എനിക്കറിയില്ലായിരുന്നു. എനിക്കറിയാവുന്ന പോലെയൊക്കെ പറ്റുന്ന പോലെയൊക്കെ ഓരോ വീഡിയോസ് കാണും, അവിടുന്ന് കുറച്ചടിച്ച് മാറ്റും, ഇവിടുന്ന് കുറച്ചടിച്ച് മാറ്റും, അങ്ങനെ അടിച്ച് മാറ്റിയൊക്കെ എടുത്ത് എനിക്കറിയാവുന്ന പോലെയാണ് ഞാൻ വീഡിയോസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അത് സ്റ്റെപ്സിൻ്റെ ആവർത്തിച്ച് സ്റ്റെപ്പുകൾ വരുന്നു എന്നൊക്കെയുള്ള കുറേ പരാതികൾ ഉണ്ടായിരുന്നു. പക്ഷേ സത്യം പറഞ്ഞാൽ എനിക്കതൊക്കെ ഭയങ്കര സന്തോഷമാണ്. ഒരു വീഡിയോ ഞാൻ ചെയ്ത് പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് എനിക്ക് ഭയങ്കര സന്തോഷമാണ് ഉണ്ടായിരുന്നത്. പക്ഷേങ്കിൽ എൻ്റെ സന്തോഷം മാത്രമല്ല ഇവിടുത്തെ കാര്യമെന്ന് എനിക്ക് മനസ്സിലായി. നിങ്ങളെ തൃപ്തിപ്പെടുത്തേണ്ട ഒരു കടമ എനിക്കുണ്ടായിരുന്നു. അവിടെ ഞാൻ ഫെയിലായി. പിന്നെ കുറേ ആളുകൾക്ക് മേക്കപ്പ്, ഡ്രസ്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുന്ന ആളുകൾ പതുക്കെ എൻ്റെ വീഡിയോസിൽ നിന്ന് അകന്നു പോകാൻ തുടങ്ങി. കാരണം അവർക്ക് മനസ്സിലായി ഇതിനകത്ത് വേറെ പ്രത്യേകിച്ച് ഒരു പുതുമയും ഞാൻ കൊണ്ടുവരുന്നില്ല എന്നുള്ളത്. അത് എൻ്റെ കഴിവേട് കൊണ്ട് മാത്രമാണ് അങ്ങനെ സംഭവിച്ചത്. എനിക്കങ്ങനെ ചെയ്യാൻ പറ്റുന്നൊരു സാഹചര്യമേ അല്ല. കാരണം ഒരു വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഒരു 1000 രൂപ മുടക്കാനുള്ളൊരു ബഡ്ജറ്റിലല്ല ഞങ്ങൾ പോയിക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, എനിക്ക് പറ്റുന്ന പോലെ മാത്രം വീഡിയോസ് ഇട്ടു. അതൊരു പ്രശ്നമായിരുന്നു. അങ്ങനെ മൊത്തത്തിൽ ഇതെല്ലാം കൂടി ചേർന്ന് വന്നപ്പോൾ ടോട്ടലി എൻ്റെ ചാനലിൻ്റെ വ്യൂസ് നന്നായി കുറഞ്ഞു. ശരിക്കും പറഞ്ഞാൽ ഈ പ്രശ്നങ്ങളൊക്കെ എന്നെ ബാധിക്കുന്നതിന് മുന്നേ എന്നെ യൂട്യൂബിൻ്റെ ഭാഗത്തു നിന്ന് എന്നെ ഒന്ന് തളർത്താനൊരു ശ്രമം ഉണ്ടായിട്ടുണ്ടായിരുന്നു. ശരിക്കും അതിന് ശേഷമാണ് നമ്മളെ ചാനലിലുള്ള വ്യൂസ് കുറഞ്ഞത് എന്ന് തന്നെ പറയാം. കാരണം ഞാൻ ഒരു വീഡിയോ എപ്പോഴും ഡാൻസ് വീഡിയോസ് പോസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു ആവർത്തന വിരസത ഉണ്ടല്ലോ, അപ്പം അതൊന്ന് മാറ്റിയേക്കാന്ന് കരുതിയിട്ട് അഭിനയിക്കുന്ന കുറച്ച് ഷോർട്സ് ഞാൻ അപ്ലോഡാക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതിനകത്ത് അമ്മയും അച്ഛനും ഒക്കെ ആയിട്ട് കുറേ ആൾക്ക് കണ്ടിട്ടുണ്ടാവുമായിരിക്കും. ഇങ്ങനെ അച്ഛനെ അമ്മേനെ എൻ്റെ തലയിൽ വന്ന ഐഡിയ ആയിരുന്നു അത്, മറ്റേ വൃദ്ധസദനത്തിൽ കൊണ്ടാക്കുന്ന ഒരു സംഭവം. അപ്പോൾ അത് ചെയ്യാമെന്നുള്ളൊരു ഐഡിയേൻ്റെ പുറത്ത് ഞങ്ങളത് ചെയ്തു. അപ്പോൾ കുഞ്ഞുണ്ടായിരുന്നു, കുഞ്ഞിന് ഒരു ഉമ്മ കൊടുക്കുന്ന ഒരു സീൻ ഉണ്ടായിരുന്നു. അപ്പോൾ അമ്മ എന്ത് ചെയ്തു, അമ്മ അറിയാണ്ട് കുഞ്ഞിന് ചുണ്ടിലാണ് ഉമ്മ കൊടുത്തത്. അപ്പോൾ ഇവനെ എടുത്ത സമയത്ത് അമ്മയ്ക്ക് കിട്ടിയത് ചുണ്ടാണ്. അപ്പോൾ അമ്മ ചുണ്ടിലേക്ക് തന്നെ ഇവനൊരു ഉമ്മ കൊടുത്തു. നോക്കുമ്പോഴത്തേക്ക് വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്ത അതേ സെക്കൻഡിൽ എൻ്റെ വീഡിയോ യൂട്യൂബ് ഡിലീറ്റ് ആക്കി. എൻ്റെ വീഡിയോ ഡിലീറ്റ് ആക്കുക മാത്രമല്ല, എൻ്റെ വീഡിയോയ്ക്ക് ഇത് വന്നു, വാർണിംഗ് വന്നു. അതായത്
എന്താണ് ചൈൽഡ് അബ്യൂസ് ഉണ്ടായിരുന്നു എന്നുള്ള ഒരൊറ്റൊരു കാരണം കൊണ്ടിട്ട് എൻ്റെ വീഡിയോ സത്യം പറഞ്ഞാൽ നമ്മൾ സ്നേഹത്തിൻ്റെ പുറത്ത് ചെയ്തതാണെങ്കിലും യൂട്യൂബ് പോളിസീസിനെ കുറിച്ചിട്ടുള്ള ധാരണ എനിക്ക് വളരെ കുറവായിരുന്നു എന്നുള്ളതാണ് സത്യം. എനിക്കറിയാൻ പാടില്ലായിരുന്നു ഇങ്ങനെയൊക്കെ ചെയ്താൽ ഇങ്ങനെ വരും എന്നുള്ളത്. ഏതായാലും ആ സ്പോട്ടിൽ എനിക്ക് പണി കിട്ടി. ഞാൻ ഈ യൂട്യൂബ് വീഡിയോ ഇത് നോട്ടിഫിക്കേഷൻ വന്ന സമയത്ത് തന്നെ വീഡിയോ ഡിലീറ്റ് ആക്കാൻ ശ്രമിക്കുന്നതിൻ്റെ ഇടയ്ക്ക് തന്നെ യൂട്യൂബ് ഡിലീറ്റ് ആക്കി കളഞ്ഞു. അതുകൊണ്ട് ആ വീഡിയോ പോയി. പിന്നെ ഞാനത് അത് മാറ്റാൻ വേണ്ടിയിട്ടൊക്കെ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ എന്താവുമെന്നൊന്നും എനിക്കറിഞ്ഞുകൂടാ. എനിക്ക് യൂട്യൂബ് ഈ രംഗത്ത് നിൽക്കുന്ന ആരെയും വലിയ പരിചയമില്ല. കാരണം നമുക്കൊരു മിസ്റ്റേക്ക് പറ്റിയാൽ അത് നമുക്ക് ക്ലിയർ ചെയ്ത് തരാൻ പറ്റുന്ന ഒരാളുണ്ടായിരുന്നില്ല. അപ്പോൾ അതിൻ്റെ ഒരു പോരായ്മയും കൂടി കൊണ്ട് ഇതെല്ലാം മൊത്തത്തിൽ വന്നപ്പോഴത്തേക്ക് നമ്മളെ ചാനലിൽ നന്നായിട്ട് അഫക്റ്റ് ചെയ്തു. പിന്നെ ഏറ്റവും പ്രധാനമായിട്ടുള്ളൊരു കാര്യമുണ്ടല്ലോ, നമ്മളെ അവതരണം എങ്ങനെയുണ്ട് എന്നുള്ളത് നോക്കിയിട്ടാണല്ലോ നമുക്ക് വ്യൂസ് ഉണ്ടാവുക. ശരിക്കും പറഞ്ഞാൽ എന്നെ സംബന്ധിച്ച് ഭയങ്കരമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ നേരിടുന്ന ആളാണ് ഞാൻ. കോംപ്ലക്സ് ഒക്കെ ഇച്ചിരി ഉണ്ട്, പിന്നെ അല്ലാത്ത പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വോയിസ് ഓവർ കൊടുക്കുന്ന സമയത്താണെങ്കിലും ഇപ്പം എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ട് വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ നിന്ന് സംസാരിക്കാനൊക്കെയുള്ളൊരു കോൺഫിഡൻസ് എനിക്ക് ഇപ്പോൾ ഉണ്ട്. പക്ഷേങ്കിൽ ഈ കോൺഫിഡൻസ് എനിക്ക് കുറച്ച് കാലം മുന്നേക്കും വരേക്കില്ല. പ്രത്യേകിച്ച് നമ്മുടെ ചാനലിൽ നല്ല വ്യൂസ് വന്ന സമയത്തൊന്നും എനിക്ക് തീരെ കോൺഫിഡൻസ് ഉണ്ടായിരുന്നില്ല വീഡിയോസ് ചെയ്യാൻ വേണ്ടി. ആ സമയത്ത് ഒരു പക്ഷേ ഞാൻ വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ, ലോങ് വീഡിയോസ് ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇന്നിപ്പോൾ എൻ്റെ ഈ ഒരു വർഷമാവുന്നതിനിടയ്ക്ക് തന്നെ വാച്ചിങ് കോഴ്സ് ഒക്കെ കംപ്ലീറ്റ് ആക്കാൻ പറ്റുമായിരുന്നു. അപ്പോൾ എൻ്റെ കോൺഫിഡൻസ് കുറവ് ഇതിനെ ബാധിച്ചിട്ടുണ്ട്. എൻ്റെ ഫിനാൻഷ്യൽ സ്റ്റേറ്റസ് ഇതിനെ ബാധിച്ചിട്ടുണ്ട്. പിന്നെ മൊത്തത്തിൽ പറഞ്ഞാൽ എല്ലാം എൻ്റെ ചാനലിനെ അഫക്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ നമുക്ക് ഇനിയും സമയമുണ്ട് ഒരുപാട് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. ഞാൻ ഹാപ്പിയാണ്. പക്ഷേങ്കിൽ എനിക്ക് ഇവിടുന്ന് കിട്ടിയ ഒരുപാട് ബന്ധങ്ങളുണ്ട്. ഒരുപാട് ചേച്ചിമാരും അനിയത്തിമാരും എന്താ പറയണ്ടേ, ഒരുപാട് പേരുണ്ട് കേട്ടോ. ഞാൻ ആരെയും പേഴ്സണലി പേരെടുത്ത് പറയുന്നില്ല. പക്ഷേ വീഡിയോ കാണുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എനിക്ക് നിങ്ങൾ എത്രത്തോളം പ്രിയപ്പെട്ടവരാണെന്ന് നിങ്ങൾക്ക് ഓരോരുത്തർക്കും അറിയാം. അപ്പം ഞാൻ അത് മാത്രമേ മുന്നിൽ കണ്ടിട്ടുള്ളൂ. പിന്നെ ബാക്കിയൊക്കെ വരുന്നിടത്ത് വെച്ച് കാണാമെന്നുള്ളൊരു ആറ്റിറ്റ്യൂഡിലാണ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഈ വിവരമുള്ള ആളുകളുണ്ടല്ലോ, പണ്ടേ ഒരു കാര്യം പറഞ്ഞു വെച്ചിട്ടുണ്ട്, സക്സസ് ഈസ് നോട്ട് അബൌട്ട് ബീയിങ് ദ ബെസ്റ്റ്, ഇറ്റ്സ് അബൌട്ട് ഓൾവേസ് ഗെറ്റിംഗ് ദ ബെറ്റർ എന്നാണ് പറയുക. അതുകൊണ്ട് എന്നെ സംബന്ധിച്ച് ഈ ചാനൽ ഇപ്പോൾ മോണിറ്റൈസേഷൻ ആയാലും ഇല്ലെങ്കിലും ഞാൻ എക്സ്ട്രീംലി ഹാപ്പിയാണ്. ഞാൻ പണ്ട് എങ്ങനെയായിരുന്നു അതുപടി മുന്നിലേക്ക് എനിക്ക് മാറി നിൽക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ, ആ ഒരു കോൺഫിഡൻസ് ഞാൻ നേടിയെടുത്തിട്ടുണ്ടെങ്കിൽ അത് എനിക്ക് യൂട്യൂബ് ചാനലിൽ തന്നിട്ടുള്ള ശക്തിയാണ്, കരുത്താണ്. പിന്നെ വേറൊരു സന്തോഷ വാർത്തയും കൂടിയുണ്ട്. നാളെ പറയാമെന്നാണ് ഞാൻ കരുതിയത്. അപ്പം നാളെ മുതൽ ഞാനൊരു ഡിപ്ലോമ ചെയ്യാൻ പോവുകയാണ്. ഡിപ്ലോമ എന്ന് പറയുമ്പോൾ ഡിപ്ലോമ ഇൻ ഭരതനാട്യത്തിൽ ഒരു 2 ഇയർ ഡിപ്ലോമ ചെയ്യുന്നുണ്ട്. ഞാൻ ഒരിക്കലും വിചാരിക്കാത്ത ഒരു കാര്യമാണ്. പക്ഷേങ്കിൽ ദൈവാനുഗ്രഹം കൊണ്ട് നിങ്ങളെയൊക്കെ പ്രാർത്ഥന കൊണ്ടും എനിക്ക് സാധിച്ചു അത്. അപ്പം നാളെ മുതൽ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും. ക്ലാസ് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ട് 2 ആഴ്ചയായി. ഞാൻ പോയിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് കുറച്ച് പ്രയാസങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ പോകുന്നില്ല എന്ന് വെച്ചതാണ്. പക്ഷേങ്കിൽ ഇപ്പോൾ പോകാം എന്നുള്ളൊരു ധാരണയിൽ എത്തിയിട്ടുണ്ട്. അപ്പം നാളെ മുതൽ ഞാൻ ക്ലാസ്സിന് പോയി തുടങ്ങും. അപ്പോൾ എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടാവണം. പിന്നെ യൂട്യൂബ് ചാനലൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങളെ ചാനലുമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ റിലേറ്റ് ചെയ്ത് പ്രശ്നങ്ങളൊക്കെ വേഗം സോൾവ് ചെയ്ത് മുന്നോട്ട് പോവുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു സക്സസ്ഫുൾ ജേർണി ഞാൻ വിഷ് ചെയ്യുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഓക്കെ, ബൈ.